57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂരിൽ 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വേദികളൊക്കെ നിറഞ്ഞാടുകയാണ്. അത് കാണാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അതൊക്കെ കണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ടീം റിപ്പോർട്ടറിൻ്റെ കൂടെ ഈ വിശേഷങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ഉണ്ടാവും. കണ്ണൂരിലാണ് കലോത്സവം. തെയ്യക്കോലങ്ങൾക്ക് ചുറ്റും ആളുകൾ കൂടും പോലെ ഓരോ വേദിക്ക് ചുറ്റും ആസ്വാദക കൂട്ടമാണ്. 3ാം ദിനം ഞങ്ങൾ ആദ്യം എത്തിയത് കേരള നടന വേദിക്കരികിലാണ്. വേദിയിൽ നിന്നും നടനചാരുത സദസ്സിലേക്ക് ഒഴുകിയിറങ്ങുന്നു. മിക്ക ആസ്വാദകരും അതിൽ അലിഞ്ഞു നിൽപ്പാണ്. മത്സരശേഷം മത്സരാർത്ഥികളും സന്തോഷത്തിലാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കുട്ടികളോട് മത്സരിക്കുമ്പോൾ നമുക്ക് വേണം എന്നുള്ളൊരു വാശിയോടെയാണ് എല്ലാ കുട്ടികളും മത്സരിക്കുന്നത്. അതിവിടെ കാണാൻ തന്നെ ഉണ്ടായിരുന്നു. വേദിയിൽ മത്സര ചൂടാണ്. ഒപ്പം പുറത്ത് ചൂടിനൊട്ടും കുറവില്ല. ചൂട് ശമിപ്പിക്കാൻ ദാഹജലവുമായി ഒരു സംഘത്തെ കലോത്സവ നഗരിയിൽ കണ്ടു. സന്തോഷമാണുള്ളത്. ഇത്രയും ചൂടുള്ള സമയത്ത് അവർക്ക് ദാഹജലം കൊടുക്കാൻ വേണ്ടി പറ്റുന്നതിൽ അത്രയും സന്തോഷമുള്ളത്. ഞങ്ങളെ ചെറുക്കലിലുള്ള പാലിയേറ്റീവിൻ്റെ വളണ്ടിയേഴ്സാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഇത്രയും ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. കലോത്സവം കാഴ്ചകളുടെയും പൂരമാണല്ലോ. പ്രധാന വേദിയായ നിളയുടെ മുൻപിൽ കാണികളെ സ്വാഗതം ചെയ്യാനായി കണ്ണൂരിൻ്റെ സ്വന്തം തെയ്യക്കോലവുമുണ്ട്. അടുത്ത കലോത്സവത്തിന് ഞങ്ങൾ എത്തുമെന്ന് ഉറപ്പ്. ഒരുപാട് സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ ലിമേഷ് ചെറുപഴശ്ശിക്കും ഫെലിക്സിനുമൊപ്പം അനന്യ, ടീം റിപ്പോർട്ടർ.